So, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണ കാര്യങ്ങൾ 3 മെയിൻ ഏരിയാസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്ന്, വാട്ട് ഈസ് മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ. രണ്ടാമത്തെ, FW Taylor ആൻഡ് ഹിസ് പ്രിൻസിപ്പിൾസ്. പിന്നെ ഹെൻറി ഫെയോൾ ആൻഡ് ഹിസ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്കിനി എടുത്തു തീർക്കാനുള്ള പോർഷൻസ്. സോ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് സൂൺ. നൗ ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫർദർ, if you are new to this channel, please like, share and subscribe. We'll start with management by motivation. കഴിഞ്ഞ ക്ലാസ്സിൽ we discussed management by exemption, management by objectives, right? അങ്ങനെ 2-3 ടൈപ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷനും നോക്കി. Now ഇനി തൊട്ട് നമ്മൾ മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ നമുക്ക് നോക്കാം. Now what do you mean by the term motivation? To motivate, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? It simply means that we are trying to push a person into action. Okay, we are trying to push a person into action. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ടല്ല, there's a scientific term for that, providing a kind of stimulus so that the employee or whoever it is pushed into action. Okay, motivation generally പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് എംപ്ലോയീസ് ആർ പുഷ്ഡ് ഇൻ ടു ആക്ഷൻ അല്ലെങ്കിൽ മൂവ്ഡ് ഇൻ ടു ആക്ഷൻ. നൗ ബേസിക്കലി നമ്മൾ when you talk about ഈ മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ഫോം ഓഫ് മാനേജ്മെന്റ് ഒന്നുമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹാസ് ബീൻ ഗോയിങ് ഓൺ. എന്താ പറയുക, അതിന് നമ്മൾ പേര് കൊടുത്തിട്ടില്ലെന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ അതിനൊരു പേര് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് ദിസ് മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ ഹാസ് ബിൻ ഡൺ ഫോർ എ ലോങ് ടൈം. കാരണം വരുന്നുണ്ടല്ലോ, വൈ ഡസ് മോട്ടിവേഷൻ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് മാൻ ഹാസ് ഓൾവേസ് ബിൻ ഹാവിങ് ഡിസയേഴ്സ്. ഓക്കെ, മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഡിസയർ ഉണ്ടാവും. ആ ഡിസയർ ചിലപ്പോൾ മണി ആയിരിക്കാം, സക്സസ് ആയിരിക്കാം, റെക്കഗ്നീഷൻ ആയിരിക്കാം, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം, കമ്പാനിയൻഷിപ്പ് ആയിരിക്കാം, ബോണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, എന്താണ് വെൽത്ത് ആയിരിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ദാറ്റ് മോട്ടിവേറ്റ്സ് എ പേഴ്സൺ ടു ഡു തിങ്സ്, അല്ലേ? ഇപ്പൊ മോട്ടിവേഷൻ തീരെ എന്താ പറയുക, പീപ്പിൾ ആർ നോട്ട് ഡ്രിവൺ ബൈ സം കൈൻഡ് ഓഫ് ഡിസയർ, ഈ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ വർക്ക് ചെയ്യില്ല. മനസ്സിലായോ? ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ സ്വാമിമാരുണ്ടല്ലോ, those guys who മുനിമാര് who are meditating and who have let go of all മോഹങ്ങൾ എല്ലാം ത്യജിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, you can't motivate those person into doing something, right? അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അവർ ചെയ്യുള്ളൂ. ആ തോന്നൽ, if they don't have the desire for it, they will not do it, അല്ലേ? അപ്പൊ ആ മോട്ടിവേഷൻ എലിമെന്റ് stems from the fact that we have certain degree of desires to push us forward. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നത്. Now motivation management is a process through which managers encourage employees to be productive and effective. And management, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷണൽ ടെക്നിക്സ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ വിൽ ബി ലുക്കിംഗ് അറ്റ് ദി പ്രോസസ്. പക്ഷേ ഈ പ്രോസസ് എന്ന് പറയുമ്പോൾ it's kind of like the process, how do you motivate an employee? Okay, it's more or less the process of motivation rather than ഈ MBM എന്ന് പറഞ്ഞ സെപ്പറേറ്റേഴ്സ് ആണല്ല. It's just motivation, pure and simple. Okay, but when you apply that in management, അതിനെ നമ്മൾ മാനേജ്മെന്റ് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നു. Now ആ process of motivation നമുക്കൊന്ന് നോക്കാം. First one, observe the employee's performance through an evaluation period. എൻഡിലേക്ക് വെയിറ്റ് ചെയ്യാണ്ട് ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ആളെ ഒന്നും ഒബ്സർവ് ചെയ്യുക. വാട്ട് ഓൾ തിങ്സ് ഹി ഈസ് ഡൂയിങ്, വെൻ ഡസ് ഹി പെർഫോം ബെറ്റർ, വെൻ ഡസ് ഹി നോട്ട് പെർഫോം ബെറ്റർ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ടു ഒബ്സർവ് ദാറ്റ് എംപ്ലോയി ത്രൂ ഹിസ് ഇവാലുവേഷൻ പീരിയഡ്. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ആളെ ഇവാലുവേറ്റ് ചെയ്യുക, ആളുടെ ആക്ഷൻസ്, ആളുടെ പെർഫോമൻസസ്, ഹൗ ഇസ് ഹി കംപ്ലീറ്റിംഗ് തിങ്സ്, വാട്ട് ഓൾ തിങ്സ് ഹി ഈസ് ലീവിംഗ് ബിഹൈൻഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഗിവ് ദി എംപ്ലോയി regular feedback. Give the employer regular feedback എന്ന് വെച്ച് കഴിഞ്ഞാൽ don't wait for the last. ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ you see something good, tell him good. You see something bad, tell him how to fix it. Okay, criticismത്തിന്റെ പകരം rather than criticizing that person, just tell him how to fix this thing. ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. Then the next one എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ പബ്ലിക് അനൗൺസ്മെന്റ്സ് when you are recognizing an employee. ഒരു എംപ്ലോയിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു ഷെഡ്യൂൾ ഇറ്റ് ഇൻ എ പബ്ലിക് പ്ലേസ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, when you are firing somebody, അല്ലെങ്കിൽ ഫയർ എന്ന് പറയുമ്പോൾ പിരിച്ചു ഫയറിംഗ് എന്ന് പറഞ്ഞൊരു അർത്ഥം ഉണ്ട് കേട്ടോ. He's fired, I got fired എന്നൊക്കെ പറയുമ്പോൾ actual meaning for that word is I lost my job, I got kicked out of my job.
ഓക്കെ. സോ ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ ഇടയിൽ കൊളോക്കിയലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയറിംഗ് കിട്ടി എന്ന് പറയുന്നത് എംബരപ്പ് തെറി കിട്ടു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം, റൈറ്റ്? So when you're scheduling when you're praising an employee, എപ്പോഴും പറയുന്ന ഒരു കാര്യം, it's always the best results you get when you praise an employee in public and when you shout in private. ഫയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തെറി പറയണമെങ്കിൽ പ്രൈവറ്റിൽ തെറി പറയുക. ഓൺ ദി അതർ ഹാൻഡ് when you are praising somebody, public ആയിട്ട് പ്രൈസ് ചെയ്യുക എന്നുള്ളതും ഒരു വലിയൊരു ഫാക്ടറാണ്. ദാറ്റ് ഗോസ് ഫോർ എവറിബഡി. ഓക്കെ, ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ പാരൻസ്, ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ യു സ്റ്റുഡൻസ്. ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങളൊരു തെറ്റ് ചെയ്തു, നിങ്ങളുടെ ടീച്ചർ, ഈ കേസിൽ ഞാനായിരിക്കും, ഇപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവരെയും ഒരാളെ, ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ ഞാൻ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, how would you feel, the person getting that firing? 90% of the time എല്ലാവരും പറഞ്ഞ obviously he or she will feel bad. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഫയറിങ് കേൾക്കുക എന്ന് പറയുമ്പോൾ സുഖമുള്ള പരിപാടിയല്ല. ഓൺ ദി അതർ ഹാൻഡ് ദാറ്റ് പേഴ്സൺ തെറ്റ് ചെയ്തു, ഞങ്ങളുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഫയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, യു വിൽ നോട്ട് ഫീൽ ദാറ്റ് ബാഡ് ആസ്, അപ്പോഴും ഫയറിങ് കേട്ടതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും, ബട്ട് യു വിൽ നോട്ട് ഫീൽ ആസ് ബാഡ് ആസ് ദ പ്രീവിയസ് എക്സാമ്പിൾ, റൈറ്റ്? സോ scheduling public announcements to recognize employee, then promote the employee എന്ന് വെച്ച് കഴിഞ്ഞാൽ depending on the level of performances and things promote ചെയ്യുക എന്നുള്ളതാണ്. Then fifth one, asking employees to volunteer for roles. This is also another thing that you can do to motivate അല്ലെങ്കിൽ push a person. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണിത്, where you can ask the employee to volunteer for jobs he or she is not used to, പക്ഷേ he or she can get used to. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ആൾക്കാരോട് നീ ഇതൊന്ന് ചെയ്ത് നോക്കിയടാ എന്ന് പറയുമ്പോൾ, ഈവൻ നിങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ് ലൈഫിൽ നിങ്ങളുടെ അടുത്ത് പറയാണ്, ടീച്ചർ പറയാണ് ഡു ദിസ് ഡൺ, നിന്നെ ഞാനിത് ഏൽപ്പിക്കാം, നീ ഒന്ന് ചെയ്ത് നോക്ക്. ഇറ്റ് മൈറ്റ് ബി സംതിങ് യു ആർ കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ്, പക്ഷെ വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് യു വിൽ ഗെറ്റ് ദി നോളജ് ഓഫ് ഹൗ ടു ഡു ഇറ്റ്. അങ്ങനെയാണ് പല ആൾക്കാരും പല രീതിയിൽ. ഇപ്പം ഫോർ മീ പേഴ്സണലി ഈ പറഞ്ഞ PPT പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്നും എനിക്ക് അത്രയും വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നില്ല എൻ്റെ. ബട്ട് when did I learn എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I learned it during graduation. നിങ്ങളെപ്പോലെ തന്നെ ഗ്രാജുവേഷനിലാണ് ശരിക്കും I had basic knowledge about MS Office before my 12th ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ I didn't use it at all. അത് കാരണം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ബട്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു നോളജ്. ഇപ്പോൾ PPTs ഉണ്ടാക്കാനും ഇറ്റ്സ് പീസ് ഓഫ് കേക്ക്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരു PPT ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. PPT ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഭംഗിയുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു PPT ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു PPT ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ. കാരണം ഗ്രാജുവേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എക്സലും വേർഡും ഇതൊക്കെ നമ്മൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. PGയിലേക്ക് എത്തിയപ്പോൾ MBAക്ക് എത്തിയപ്പോൾ ഇറ്റ് വാസ് ഈവൻ മച്ച് മോർ തിങ്. അവിടെ തൊട്ടാലും പിടിച്ചാലും പ്രസന്റേഷനാണ്. മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് വി ഹാഡ് ടു ഡു ഓർ സബ്മിറ്റ് വാസ് ഇൻ ദ ഫോം ഓഫ് പ്രസന്റേഷൻ. അതുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ദിസ് പ്രസന്റേഷൻ തിങ് വാസ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, അപ്പോൾ പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോരോ സ്കില്ലുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, കളക്ടിങ് എംപ്ലോയി ഒപ്പീനിയൻസ്. ലാസ്റ്റ് പറയുന്നത് കളക്ടിങ് ദി എംപ്ലോയീസ് ഒപ്പീനിയൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി യുവർ പ്രോസസ് ഫോർ മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മോട്ടിവേറ്റിംഗ് ആൻ എംപ്ലോയി എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, നൗ ഐ ഡിസ്കസ് വാട്ട് റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ്സ് ആർ ബേസിക്കലി. പക്ഷെ അതിനകത്ത് റിവാർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു, ഇൻസെന്റീവ്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു. നൗ റിവാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓർ ലെസ് വാട്ട് യു സേ സംതിങ് ദാറ്റ് ഇസ് ബീങ് ഗിവൺ ഫോർ ദി എഫേർട്ട് ടേക്കൺ. ഓക്കെ, എംപ്ലോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ആൾക്ക് കിട്ടുന്ന ഒരു ഒരു പ്രൈസ് അല്ലെങ്കിൽ ഫോർ വാട്ട് ഹി ഡിഡ് ഹി ഈസ് ഗെറ്റിംഗ് സംതിങ്. ഓക്കെ, ആ സംതിങ്ങിനെയാണ് നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത്. പ്രൈമായിട്ട് ആ റിവാർഡിന് അതാണ് വരുന്നത്, പ്രൈസ് ഫോർ വാട്ട് ഹീസ് ഡൺ, ഹിസ് എഫേർട്സ്. ഇട്ട എഫേർട്ട് കാരണം എന്തെങ്കിലും സ്പെഷ്യൽ സംഭവിച്ചിട്ടുണ്ടാവും, അത് കാരണം ഹീസ് ബീങ് ഗിവൺ എ റിവാർഡ്. ഓക്കെ, നൗ ഈ റിവാർഡ് തന്നെ രണ്ട് ഫോം ഉണ്ട്. ദർ ആർ ടു ഫോംസ്. ഒന്ന് ഇൻട്രൻസിക്, പിന്നെ ഇൻട്രൻസിക്കിന് അല്ലെങ്കിൽ അതിന് വേറൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ റിവാർഡ് എന്നാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്ന് പറയും. ഓക്കെ,
internal rewards, external rewards. Now I want to explain what internal and external is. Now internal reward എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ജോലി ചെയ്യുന്നത് ആളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡാണത്. ഓക്കെ, now I'll explain, അല്ലെങ്കിൽ I'll give you a clarification regarding that. Now ഉള്ളിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ വർക്കർ, ടേക്ക് എ സോഷ്യൽ വർക്കർ ഫോർ എക്സാമ്പിൾ. ഒരു സോഷ്യൽ വർക്കർ സൊസൈറ്റിയിൽ നീഡി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഫനെ അല്ലെങ്കിൽ ഒരു അനാഥ കുട്ടീനെ ഹെൽപ്പ് ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ ഒരു എൽഡർലി, ഉപേക്ഷിക്കപ്പെട്ട ഒരു എൽഡറിനെ ഹെൽപ്പ് ചെയ്തിട്ട് എന്താ പറയുക, ഒന്നെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഹോമിൽ കൊണ്ടുപോയിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, the reward that person gets is from inside. ആ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, that is your internal അല്ലെങ്കിൽ intrinsic in nature. ഓക്കെ, ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. that he or she is getting it from inside. ഓക്കെ, ആരും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഹെൽത്ത് കെയർ വർക്കർ, ഡോക്ടേഴ്സ്, ഇവരൊക്കെ ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു രോഗിനെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ക്യൂർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ഒരു ടീച്ചറിന് നല്ലൊരു പോലെ ടീച്ച് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് നല്ലപോലെ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്ന് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രൻസിക് എന്ന് പറയുന്നത്, ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ പറയുന്നത് എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഒരാൾ നിങ്ങൾക്ക് തരുന്നു. ക്ലിയർ? ഇപ്പൊ ഡോക്ടർ തന്നെ, ഡോക്ടറിന് ചിലപ്പോൾ രണ്ട് രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. ഒരു രോഗിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇന്റേണൽ ആയിട്ട് ഹീസ് ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഹീസ് ഡൂയിങ് എ ഗുഡ് ജോബ്, ഹീസ് ഹെൽപ്പിംഗ് സംബഡി, അതുകൊണ്ട് ആളുടെ മനസ്സിന് സുഖം കിട്ടുന്നുണ്ട്. എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഫീ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പൈസയും കിട്ടുന്നുണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ് ഓൾസോ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ടു തിങ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. That is about rewards. ഇനിയുള്ളത് ഇൻസെന്റീവ്സ് ആണ്. Now incentive എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ഓർ ലെസ് സംതിങ് ദാറ്റ് ഇസ് ആഡഡ് അലോങ് വിത്ത് ദി വേജസ്. വേജസിന്റെ ഒപ്പം അല്ലെങ്കിൽ ജോലിയുടെ ഒപ്പം കിട്ടുന്ന ഒരു സാധനമാണിത്. ഓക്കെ, when you work നമുക്ക് ആ വർക്കിന്റെ ബേസിസിൽ യു ആർ ഗെറ്റിംഗ് സംതിങ് അതർ ദാൻ യുവർ വേജസ്. അതിനാണ് ജനറലി നമ്മൾ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. Now incentives നോക്കുകയാണെങ്കിൽ there are two kinds, monetary incentives ആൻഡ് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ്. മോണിറ്ററി ഇൻസെന്റീവ്സ് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പൈസയുടെ ഫോമിൽ കിട്ടുന്ന ഇൻസെന്റീവ്സിനാണ് മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ബോണസസ്, അതർ തിങ്സ് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, പൈസയുടെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഇൻസെന്റീവ്സിനെയാണ് മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. നൗ നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സെക്യൂരിറ്റി ഓഫ് സർവീസ്. നൗ സെക്യൂരിറ്റി ഓഫ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറയില്ലേ. എന്തുകൊണ്ടാണ് കുറെ ആൾക്കാർ ഗവൺമെന്റ് ജോബ് എടുക്കാൻ കാരണം? ദർ ഇസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി, റൈറ്റ്? ജീവിതകാലം മുഴുവൻ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു സമാധാനം ഉണ്ട്. ദാറ്റ് ഞങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി, അപ്പോൾ ഗവൺമെന്റ് ക്വിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ജോലി കിട്ടും. പെൻഷനുള്ള ജോലിയല്ലേ. എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു ഡയലോഗ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഠിച്ച് പാസ്സായി ഒരു പെൻഷനുള്ള ജോലിയൊക്കെ കിട്ടാനെന്ന് പറയുമ്പോൾ ദർ ഇസ് എ ബിഗ് എന്താ പറയുക ഹൈപ്പ് ആൻഡ് പുഷ് ടുവേർഡ്സ് ഇറ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് നാച്ചുറൽ ഫോർ ഓൾമോസ്റ്റ് എവറി ജോബ്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്താലും ഇഫ് യു ഇൻവെസ്റ്റ്, നിങ്ങൾ നല്ല രീതിയിൽ സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ എൻഷുർ ദാറ്റ് യുവർ ഫാമിലി ഹാസ് എ പെൻഷൻ വെദർ യു ആർ അലൈവ് ഓർ നോട്ട്. ഓക്കെ, എൻഡ് ഓഫ് ദ ടേം നിന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സെക്യൂർഡ് ഗവൺമെന്റ് ജോബ് തന്നെ അല്ലെല്ലാം, ബട്ട് there's a sense of security even amongst, ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ PSC പരീക്ഷ വരുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there's a sense of security towards it, right? അപ്പോൾ ഗവൺമെന്റ് ജോബ്, സെക്യൂർ ജോബ്. അപ്പോൾ ആ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആ ജോബിന് തന്നെ ഓഫർ ചെയ്യാൻ പറ്റും. ആ പെർമനൻസി ഓഫ് ജോബ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് ഇൻസെന്റീവ്. സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സിൽ വരുന്നതാണ് പ്രൈസ് ഓർ റെക്കഗ്നിഷൻ. ഓക്കെ, പ്രൈസ്, റെക്കഗ്നിഷൻ. യു ഡിഡ് എ ഗുഡ് ജോബ്, നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള റെക്കഗ്നിഷൻ കിട്ടാന്നുള്ളത് ദാറ്റ്സ് അനദർ ഫോം ഓഫ് ഇൻസെന്റീവ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സജഷൻ സ്കീംസ്. സജഷൻ സ്കീം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എംപ്ലോയീസിന് ഇറ്റ്സ് ഒരു സജഷൻ ബോക്സ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ സജഷൻ ബോക്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് സജഷൻ ചോദിക്കുക എന്നുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും സജഷൻ ചോദിച്ചിട്ട് നിങ്ങളുടെ സജഷൻ ആണ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചെറിയ എന്താ പറയാ, തീരെ മനസ്സിലൊരു സംഭവം രജിസ്റ്റർ ആവാത്തത് എന്താ പറയാ, സംതിങ് റോങ്. ബട്ട് ജനറലി നിങ്ങളുടെ സജഷൻ ആണ് ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം കിട്ടുന്നില്ലേ? അപ്പൊ എന്റെ വാക്കിന് വില ഉണ്ട് എന്നൊരു ചെറിയൊരു ഫീല് ആർക്കായാലും മനുഷ്യന്മാരായാലും ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക്, ദാറ്റ് ഈസ് ദി ഇൻസെൻറ്റീവ് ഓവർ ദർ. ഓപ്പണിംഗ് ഒരു സജഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സജഷൻ ചോദിക്കുന്ന ഒരു ഏർപ്പാട് ചെയ്യുക. ആൻഡ് വെൻ യുവർ സജഷൻ ഗെറ്റ്സ് ആക്സെപ്റ്റഡ്, ദ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ യു ഫീൽ ഇസ് ദി നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് ഓവർ ദർ. ദെൻ ദ നെക്സ്റ്റ് വൺ, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. പലപ്പോഴും എംപ്ലോയീസിനെ കൊണ്ട് നമ്മൾ പറയില്ലേ, പട്ടി പണിയെടുക്കുന്നവർ പണിയെടുപ്പിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സ്വപ്നം കാണിച്ചിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ ഒരേ ലെവലിൽ, ഇപ്പോൾ നിങ്ങൾ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു സീൻ ദ മൂവി മൈ ബോസ്, റൈറ്റ്, ദിലീപിന്റെ. അപ്പോൾ ആ മൂവിക്കകത്ത് രണ്ടാൾക്കാർ ഒരേ റാങ്കിലുള്ള, മുകേഷിന്റെ ജോബ്, മുകേഷിന് ഈ പറഞ്ഞ പോലെ ഇത് കിട്ടി, പ്രൊമോഷൻ കിട്ടി പോവാണ്. അപ്പോൾ മുകേഷിന് ഇപ്പോഴത്തെ പൊസിഷനിലേക്ക് യു ഗോട്ട് 2 കാൻഡിഡേറ്റ്സ്, മമതയും പിന്നെ മറ്റേ ഐ ഡോണ്ട് നോ ദി അതർ പേഴ്സൺസ് നെയിം. അപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ബോത്ത് ഓഫ് ദം ഓൺ ദ സെയിം ലെവൽ, ദേ ആർ ട്രൈയിങ് ഫോർ ദാറ്റ് സെയിം ജോബ്. ഓക്കെ, അപ്പോൾ ആ കോമ്പറ്റീഷൻ, അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ദേ ആർ ട്രൈയിങ് ദെയർ ലെവൽ ബെസ്റ്റ്, ദേ ആർ വർക്കിംഗ് റിയലി ഹാർഡ് സോ ദാറ്റ് വൺ ഓഫ് ദം is able to get into that post, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് അനദർ വേ ഓഫ് മോട്ടിവേറ്റിംഗ്. അവിടെ 10 പൈസ ചിലവാക്കുന്നില്ല. ഉള്ളി തേയും ദേ ആർ സെയിങ് ദാറ്റ് ചിലപ്പോൾ നിനക്ക് കിട്ടും, ചിലപ്പോൾ നിനക്ക് കിട്ടും, ഡിപ്പെൻഡിങ് ഓൺ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ദേ വിൽ വർക്ക് ദെയർ ആസസ് ഓഫ്. ഓക്കെ, സോ these are the two what do you say incentives, types of incentives, monetary incentives and non-monetary incentives. ഇനിയുള്ളത് ബാക്കി മെത്തേഡ്സിന്റെ ബാക്കിയുള്ളത്. നമ്മൾ ആദ്യം റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ്സ് നോക്കി. ഇനിയുള്ളത് ചലഞ്ചിങ് ജോബ്സ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെത്തേഡിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ചലഞ്ചിങ് ജോബ് ആണ്. നൗ സംടൈംസ് യു മൈറ്റ് വണ്ടർ ഹൗ എ ചലഞ്ചിങ് ജോബ് ഇസ് എ മോട്ടിവേറ്റർ. സി, ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും 2 തരം ആൾക്കാരുണ്ടാവും. നിങ്ങൾ when you grow up and get a job and things like that, 2 തരം ആൾക്കാരുണ്ടാവും. ഒന്ന്, those who prefer safety, security, routинeness, അങ്ങനെ ആ ഒരു റുട്ടീനൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള മോണോട്ടണസ് ജോബിലൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്യും. ദേ ലവ് ദാറ്റ് സിമ്പിൾ, എന്താ പറയുക, ക്ലോക്ക് വർക്ക് പോലെ രാവിലെ ഇത്ര മണിക്ക് വരിക ഓഫീസിൽ, ഇന്ന സെയിം ജോബ് ചെയ്തുകൊണ്ടിരിക്കുക, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും പോവുക എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഗവൺമെന്റ് ജോബ്സിനോട് വലിയ താല്പര്യം. കാരണം പ്രത്യേകിച്ച് അത് ഇന്നോവേഷൻ ചെയ്ത് നമ്മൾ പറയില്ലേ, മലക്കം മറക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല അതിനകത്ത്. സെയിം റുട്ടീൻ ജോബ് ഓവർ ആൻഡ് ഓവർ. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായോ? പക്ഷെ അതല്ലാണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് ഹു വോണ്ട്സ് ടു പ്രൂവ് ദംസെൽവ്സ്. ദേ വോണ്ട് സംതിങ് ടു ബൈറ്റ് ദെയർ ടീത്ത് ഇൻ ടു. അവരുടെ തല ഉപയോഗിച്ചിട്ട് ഒരു വലിയൊരു പ്രോബ്ലം കൊടുത്ത് അത് സോൾവ് ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ സാറ്റിസ്ഫാക്ഷൻ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ, ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു വളരെ ഡിഫിക്കൽട്ട്, കണക്കിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവാം കേട്ടോ. കണക്കിന് താല്പര്യം എന്ന് പറയുമ്പോൾ കൊമേഴ്സിൽ എത്ര പേര് ഉണ്ടാവും എന്നുള്ളത് അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കണക്ക് എന്ന് പറയുക നമുക്ക് നല്ല താല്പര്യമുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം എടുത്തോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമുക്ക് എങ്ങനെയോ ഇത് ചെയ്ത് അവസാനം നമ്മൾ സോൾവ് ചെയ്യുമ്പോണ്ടല്ലോ, എസ്പെഷ്യലി നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇനീഷ്യലി എങ്ങനെയൊക്കെ വിചാരിച്ചാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അസറ്റും ലയബിലിറ്റി ഈക്വൽ ആവുന്നില്ല. ഓക്കെ, ഫൈനലി വെൻ യുവർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ബിക്കം ഈക്വൽ, നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമില്ലേ ആ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു വെക്കുമ്പോൾ? ദാറ്റ് ഈസ് വാട്ട് വി സ്പീക്കിംഗ് ഓവർ ഹിയർ. ചലഞ്ചിങ് ജോബ്സ് ആർ എ ഫോം ഓഫ് മോട്ടിവേറ്റേഴ്സ്. ദെൻ മെറിറ്റ് പേ എന്ന് പറയുന്ന സംഭവം കൊടുക്കുക എന്നുള്ളതാണ്. മെറിറ്റ് പേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എന്താ പറയുക എൻഡ് ഓഫ് ദി ഇയർ ബോണസ് അല്ലെങ്കിൽ ഒരു ലംസം പേയ്മെന്റ് അല്ല. ഡിപ്പെൻഡിങ് ഓൺ ഹൗ വെൽ ദാറ്റ് പേഴ്സൺ ഇസ് ഡൂയിങ്, ഇൻക്രിമെന്റ് കൊടുക്കുക ഒരു ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഹി ഓർ ഷീ ഈസ് പ്രൊവൈഡിങ്. ഓക്കെ, എത്രത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഒരു പെർമനന്റ് ഇൻക്രീസ് ഇൻ സാലറി. ഓക്കെ, മന്ത്ലി സാലറി ആൾ ഇന്ന ജോലി ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ ആളുടെ ഇപ്പൊ പ്രൊഡക്ഷൻ ഫേംസ് ആണെന്ന് വെച്ചോ, അപ്പോൾ ആളുടെ ടാർഗറ്റ് 100 യൂണിറ്റ് ആണ്, ആൾ 120 യൂണിറ്റ് ഉണ്ടാക്കി. ദാറ്റ് മീൻസ് ഹീസ് ഡൂയിങ് 120, ഹീസ് പെർഫോമിങ് 120%. അപ്പോൾ ഈ 120% പെർഫോം ചെയ്യുന്ന സ്ഥിതിക്ക് ആളുടെ സാലറി നമ്മളൊരു 10% അല്ലെങ്കിൽ 20% ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അത് പെർമനന്റ് ആയിട്ട്. ഇനി അങ്ങനെ ആൾക്കൊരു 20% ഹൈക്ക് കൊടുക്കുക, 10% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 20% വെച്ചിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്കെയിലിൽ പെർമനന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. ഇഫ് ഈസ് ഓൺലി ഏബിൾ ടു ഡു 110%, അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം കൂട്ടുക. ഇഫ് ഈസ് ഓൺലി പെർഫോമിങ് 70%, അപ്പോൾ ആൾക്ക് ചില കേസുകളിൽ സാലറി കുറയ്ക്കാൻ നമ്മൾ ചെയ്യും, ചില കേസുകളിൽ നമ്മൾ അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. വി ഡോണ്ട് ഗിവ് എനി കൈൻഡ് ഓഫ് ഹൈക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മെറിറ്റ് പേ. പിന്നെ ഉള്ളത് സ്പോട്ട് അവാർഡ്സ് ആണ്. സ്പോട്ട് അവാർഡ്സ് എന്ന് പറയുമ്പോൾ വൺസ് ഒരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ ഒരാൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചോ,
അപ്പോൾ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്ത് സ്പ്രെഡ് ചെയ്യുക, ന്യൂസ് സ്പ്രെഡ് ചെയ്യുക. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ബാങ്കുകൾ കാണാം. ഓക്കെ, വൈ എം സെയിങ് ഇസ് ദാറ്റ് ബിക്കോസ് ഐ വർക്ക്ഡ് ഇൻ എ ബാങ്ക്, ആക്സിസ് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 2 കൊല്ലം. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്രിങ്ങിങ് ഇൻ ബിഗ് അക്കൗണ്ട്സ്. ഓക്കെ, വലിയ അക്കൗണ്ടുകൾ കൊണ്ടുവരുന്നത് മാത്രമല്ല, ലൈഫ് ഇൻഷുറൻസ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗോൾഡ് വിൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട് ആസ് എ റിലേഷൻഷിപ്പ് മാനേജേഴ്സ്. അപ്പോൾ ഇഫ് ഐ എന്താ പറയുക, 1 ലക്ഷത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരാളെ കൊണ്ട് എടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ഇഫ് ദി പേഴ്സൺ ഇസ് ഇൻവെസ്റ്റിംഗ് 1 lakh rupees, ആ 1 lakh rupees പ്രീമിയത്തിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 50 to 60% ചിലപ്പോൾ ഈ ബാങ്കിനുള്ളത്, ബാങ്ക് അഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് ചുമ്മാതെ ബാങ്കിന് 60,000 rupees ഫോർ എവറി 1 lakh കിട്ടുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് പോളിസീസ്, ഡിഫറെൻറ്റ് പല ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്, ഐ നോട്ട് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ആ പറഞ്ഞിട്ടുള്ള റേറ്റ് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് വിറ്റു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും മെയിൽ പോവും, നമ്മുടെ ഫോട്ടോ സഹിതം ഒരു മെയിൽ, സ്റ്റാർ പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് കുറെ നക്ഷത്രവും നല്ലൊരു എന്താ പറയുക തല മാത്രം നമ്മുടെ ബാക്കിയൊക്കെ അപ്പുറത്തിപ്പുറത്തും പടക്കം പൊട്ടിക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഗിവിംഗ് യു ദി അവാർഡ് ഓൺ സ്പോട്ട് ബിക്കോസ് യു ഡിഡ് സംതിങ്. ഓക്കെ, then next one എന്ന് പറയുന്നത് by means of lifelong learning. Now lifelong learning ഇവിടെ ഉദ്ദേശിക്കുന്നത് more or less the support that you get for increasing your abilities and skills. Okay, ഓർഗനൈസേഷൻ വഴി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും നിങ്ങളുടെ സ്കിൽ ലെവൽസ് ഇൻക്രീസ് ചെയ്യാനും ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ള ലൈഫ് ലോങ് സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീൻസ് ബൈ സ്കിൽ ബേസ്ഡ് പേ. സ്കിൽ ബേസ്ഡ് പേ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സ്കിൽ ലെവൽസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ സ്കിൽ ബേസ്ഡ് പേ എന്ന് പറയുന്നത്. നൗ എവറി ടൈം യു അക്വയർ എ ന്യൂ സ്കിൽ യു ഗെറ്റ് an additional pay. The more skilled you are, the higher your pay. Okay, that motivates every employee to gather up their skills അല്ലെങ്കിൽ increase their skills, better degrees കൊണ്ടുവരാൻ. അങ്ങനത്തെ ഈ സമയത്ത് ഈ പറഞ്ഞ ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ഫ്രം good sites. Okay, then next one എന്ന് പറയുന്നത് positive reinforcement. Positive reinforcement എന്ന് ഉദ്ദേശിക്കുന്നത് it's more or less you might have experienced positive reinforcement and negative reinforcement ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ പറയില്ല നിങ്ങളുടെ കുറുമ്പിന്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നല്ലപോലെ ചെയ്തു മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ തലോടുന്നതും അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിച്ചു തരുന്നതും അല്ലെങ്കിൽ ബിക്കോസ് യു പാസ്ഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയതിന്റെ പേരിൽ നിങ്ങളുടെ പാരന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് മേടിച്ചു തരുന്നത്, that is positive reinforcement because you did something positive. They are reinforcing that habit with something, ഒരു ഗിഫ്റ്റ് or റിവാർഡോ വെച്ചിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നു something you like. Okay, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറുമ്പ് ചെയ്യുമ്പോൾ നല്ല പെട കിട്ടുക എന്നുള്ളത്, കാരണവന്മാരുടെ നല്ല പെട കിട്ടുക എന്ന് പറയുന്നത് ആണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, so that is about positive and negative reinforcement. Another positive reinforcement often does a lot of plus in terms of being a motivator. പേടിനേക്കാളും കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യായി പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സിനോടാണ്. നൗ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇസ് എൻറ്റയർലി ബിൽറ്റ് ഓൺ കോൺസിക്വൻസസ്. ഓക്കെ, അതിന്റെ എൻഡ് റിസൾട്ടിനാണ് ഫോക്കസ് കൂടുതൽ വരുന്നത്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് കോൺസിക്വൻസസ് ഉണ്ട്. ഒന്നൊരു സോഷ്യൽ കോൺസിക്വൻസ് എന്ന് പറയും. സോഷ്യൽ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ പിയർ അപ്രൂവൽ, ഫ്രണ്ട്സിന്റെ അപ്രൂവൽ, കോവർക്കേഴ്സിന്റെ ഒരു അപ്രൂവൽ എന്നൊക്കെ പറയില്ല, ബോസ് അങ്ങനത്തെ പിയർ അപ്രൂവൽ, അതാണ് സോഷ്യൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സ്റ്റാർ പെർഫോമർ, ജോബിലെ സ്റ്റാർ പെർഫോമറിന് ഒരു സ്റ്റാർ സ്റ്റാറ്റസ് ഉണ്ട് ഓർഗനൈസേഷൻ, സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഹീസ് എ പ്ലെയർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ഒരു സ്റ്റാറ്റസ് ആൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് ഇൻട്രൻസിക് കോൺസിക്വൻസസ്. ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, വാട്ട് കംസ് ഫ്രം ഇൻസൈഡ്. ഓക്കെ, വാട്ട് കംസ് ഫ്രം ഇൻസൈഡ് എന്നുള്ളതാണ് ഇൻട്രൻസിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ടാഞ്ചിബിൾ കോൺസിക്വൻസസ് ആണ്. ടാഞ്ചിബിൾ കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ it has more or less to do with things you can get and like bonus, merit raises അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Okay, so that is the consequences of positive reinforcement.
അടുത്തതെന്ന് പറയുന്നത് യൂസ് ഓഫ് എംപവർമെന്റ്. എംപവർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ജോലി ഏൽപ്പിക്കുക മാത്രമല്ല, ഗിവിംഗ് ഹിം ദി അതോറിറ്റി, ദി ഓട്ടോണമി ടു ഡു ഇറ്റ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ച് നീ ഒരു കാര്യം ചെയ്യും, ഇന്നാളെ തൊട്ട് ഈ ഒരു ക്ലാസ് നീ തന്നെ നടത്തുക എന്ന് പറഞ്ഞിട്ട് യു ഡു ഇറ്റ്, ഐ നോ യു ആർ കേപ്പബിൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും മാഷ് രാവിലെ തന്നെ പണിയും കൊണ്ട് വന്നിരിക്കുക എന്നൊരു തോട്ടം ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ട് കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സാർ എന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു എന്നൊരു അതിനകത്ത് ഫ്യൂ എങ്കിലും ഉണ്ടാവുമല്ലോ ആ ഒരു ഫീല് കിട്ടുന്നത്. എന്നെ ഒരു വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു, ഐ വർക്ക് റിയലി ഹാർഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോട്ട് പ്രോസസ്സിൽ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള യൂസ് ഓഫ് എംപവർമെന്റ്. ഐ എം ഗിവിംഗ് ഹിം ദി അതോറിറ്റി, ഐ എം ഗിവിംഗ് ഹിം ദി റെസ്പോൺസിബിലിറ്റി ടു ഫിനിഷ് ദ ടാസ്ക് however he sees fit. Then with next one എന്ന് പറയുന്നത് with job redesign. job redesign എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് മോർ ഓർ ലെസ് ഫ്രെയിമിങ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ സച്ച് എ വേ, അവരുടെ ജോബിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്, ഡിസൈനിങ് ദ ജോബ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് എൻഗേജസ് അല്ലെങ്കിൽ എൻഹാൻസസ് മോട്ടിവേഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് മെത്തേഡിന്റെ നല്ലൊരു ഒബ്ജക്റ്റീവ് ആണ് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയില്ലേ. അവരുടെ കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്യാമെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്, അവരെങ്ങനെയാണെങ്കിൽ അവർ ചെയ്തിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി 10 മെത്തേഡ്സ് ത്രൂ വിച്ച് യു ക്യാൻ മോട്ടിവേറ്റ് ദി എംപ്ലോയീസ്. വിൽ ഡീൽ വിത്ത് ഫ്രെഡറിക് ടൈലർ, FW Taylor. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സയന്റിഫിക് മാനേജ്മെന്റ്. നൗ സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. വിൽ ഡീൽ വിത്ത് ദി പ്രിൻസിപ്പൽസ് ക്വിക്ലി. ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്. ഫ്രെഡറിക് ടൈലറിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സയന്റിഫിക് മെത്തേഡ്. നൗ റാദർ ദാൻ സേയിങ് ദാറ്റ് ഇറ്റ്സ് മോർ ഓർ ലെസ് അബൌട്ട് ഈ ഡെവലപ്പിംഗ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ചിന്താഗതി കുറെ ഇതുണ്ട്, അല്ലെങ്കിൽ പഴയ ആൾക്കാർ പഴയ തത്വങ്ങളുടെ ബേസിസിൽ അല്ലെങ്കിൽ പഴയ ഫിലോസഫീസ് പഴഞ്ചൊല്ലുകളുടെ ബേസിസിൽ ബിസിനസ് റൺ ചെയ്യാറുണ്ടായിരുന്നു മുമ്പൊക്കെ. ബട്ട് ഫ്രെഡറിക് ടൈലർ വാസ് ഓൾ അബൌട്ട് സയൻസ്. ഓക്കെ, അവിടെ സയന്റിഫിക് സ്റ്റഡിയുടെ ബേസിസിൽ, സയന്റിഫിക് മെത്തഡോളജിയുടെ ബേസിസിൽ, എക്സ്പെരിമെന്റേഷൻസിന്റെ ബേസിസിൽ ഹി തോട്ട് ദാറ്റ് വി ക്യാൻ ഡു ബിസിനസ് ഇൻ എ മച്ച് ബെറ്റർ വേ ദാൻ ദിസ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത്. ഒബ്സർവിങ് തിങ്സ്, ഫൈൻഡിങ് ഔട്ട് ദ ബെസ്റ്റ് വേ ടു ഡു തിങ്സ്, സയന്റിഫിക് സ്റ്റഡീസിന്റെ ബേസിസിൽ, എക്സ്പെരിമെന്റ്സിന്റെ ബേസിസിൽ നമ്മൾ വി ഫൈൻഡ് ദി ബെസ്റ്റ് വേ ടു ഡു എ ജോബ്. ഓക്കെ, ദാറ്റ് ഇസ് ദി എൻറ്റയർ എസെൻസ് ഓഫ് ദാറ്റ്. ഈ സയന്റിഫിക് അപ്രോച്ച് ടു അച്ചീവ് ഹയർ എഫിഷ്യൻസി. എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഇസ് ടു അച്ചീവ് എഫിഷ്യൻസി. ആൻഡ് സയന്റിഫിക് മെത്തേഡ് വഴി കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട്, സ്റ്റോപ്പ് വാച്ച് സ്റ്റഡീസ് വെച്ചിട്ട് ഫൈൻഡിങ് ഔട്ട് വിച്ച് ഇസ് ദി ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ആ ട്രഡീഷണൽ നമ്മൾ അതിന് പറയുന്നത് മറ്റേ പഴയ രീതിയിൽ അല്ലെങ്കിൽ ഗസ് വർക്കിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഊഹങ്ങളുടെ ബേസിസിൽ ചെയ്യുന്നതിന് നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയുന്നത്. അതിന് പകരം യു ആക്ച്വലി ഡു സയൻസ്. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. നൗ പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ ഹിസ് മെയിൻ സെൻട്രലൈസ്ഡ് തീം ഇൻ ടേംസ് ഓഫ് പ്ലാനിങ് വാസ് ദാറ്റ് പ്ലാനിങ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം ദി പേഴ്സൺ പ്ലാനിങ് ആൻഡ് ദി പീപ്പിൾ എക്സിക്യൂട്ടിംഗ് ദ പ്ലാനിങ്. ആളുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു തീം അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് ദി മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഷുഡ് ഡു ദ പ്ലാനിങ്, ദി വർക്കേഴ്സ് ഷുഡ് ഡു ദി എക്സിക്യൂഷൻ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹി ഫോക്കസ്ഡ് ഓൺ 4 things: വാട്ട്, ഹൗ, വെയർ ആൻഡ് when it comes to work. ജോലിനെ കുറിച്ച് what work has to be done, how it has to be done, where the work should be done and when should be done. Okay, what, how, where and when it comes to work. അത് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് ആണ് സ്റ്റാൻഡർഡൈസേഷനും ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, മൂവ്മെന്റ് സ്റ്റഡി, ടൈം മോഷൻ സ്റ്റഡീസ് ഒക്കെ വന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ബൈ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്. ആ പ്ലാനിങ്ങിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് വന്നത്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ ദാറ്റ് ഹി ഹാഡ് അല്ലെങ്കിൽ ഹി പോസ്റ്റുലേറ്റഡ് വാസ് സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ സയന്റിഫിക് ബേസിസിൽ എടുക്കണം. ഇഫ് യുവർ ജോബ് ഇസ് ടു സേ ഫോർ എക്സാമ്പിൾ നമ്മൾ വുഡ് ഈ പറഞ്ഞിട്ടുള്ള മരം വെട്ടുന്ന ഒരാളാണെന്ന് വെച്ചോ, കയ്യ് വീക്കായിട്ടുള്ള ആരെങ്കിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മരം വെട്ടിന് വിളിക്കുമോ? ഇല്ല. വി വോണ്ട് പീപ്പിൾ ഹു ഹാവ് സ്ട്രോങ് ഹാൻഡ്സ്, റൈറ്റ്? വീശുമ്പോൾ നല്ലപോലെ വീശാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ വേണം ഇതിന്. ഇപ്പോൾ യു വോണ്ട് സംബഡി ടു എന്താ പറയുക സ്കൾപ്ചർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്ത് ആണ് നോക്കുന്നത്. ഇഫ് യു ആർ ഇൻ ടു ദാറ്റ് ബിസിനസ്, കൈ കിടന്ന് വരച്ചോണ്ടിരിക്കുന്ന ആളെ നമ്മൾ ഹയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നല്ലൊരു സ്കൾപ്ചർ ഉണ്ടാവില്ല. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ജോബ്
choosing the right kind of person for the job. Then cooperation between employer and employee എന്നുള്ളതാണ് നാലാമത്തെ principle, wherein employer and employee should cooperate. Now why the Frederick Taylor put this forward was because a backstory. F.W. Taylor was one of the most hated person in history when it comes to employees. ആ സമയത്ത് when he was alive and putting forth all those scientific things, he was loved by the owners of the companies but hated by the workers. Okay, നിങ്ങൾ ആളുടെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ഓഡിയോ ബുക്സ് ഉണ്ട് ആളെ കുറിച്ചുള്ളത്. ഇഫ് യു ലിസൺ ടു ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ്. ഹി വാസ് ദി മോസ്റ്റ് ഹേറ്റഡ്. പീപ്പിൾ ആക്ച്വലി wanted to have him dead. Okay, they really wanted him dead, but because he was a stubborn old man, he just kept going. And what he felt is that ആൾ put forth ചെയ്യുന്ന കാര്യങ്ങൾ, he was a genius, പക്ഷെ ആള് എന്ന് പറയില്ലേ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയാത്തതിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആൾക്ക്. സോ he was not able to put forth his things properly. അപ്പോൾ one of his suggestion was that എംപ്ലോയറും എംപ്ലോയീസും തമ്മിലൊരു നല്ലൊരു കോർഡിയൽ റിലേഷൻ ഉണ്ടാവണം, കോഓപ്പറേഷൻ ഉണ്ടാവണം. Then next one എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കർ. മാനേജ്മെന്റും വർക്കറും നേരത്തെ പറഞ്ഞ ആ പ്ലാനിങ്ങിന്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പണി വർക്കറും ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ജോലി മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പ്ലാനിങ് ആസ്പെക്ട് ഷുഡ് ബി വിത്ത് ദ മാനേജേഴ്സ് ജോബ്, എക്സിക്യൂഷൻ ദി വർക്കേഴ്സ് ജോബ്. Then differential piece rate system of wages. Differential piece rate system was a byproduct of Taylor's motivational part. How should you motivate the employees എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആൻസർ ഇതായിരുന്നു. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഇറ്റ്സ് എ സിസ്റ്റം wherein the more productive you are, higher your salary. Not salary, your wage. Okay, പണ്ടത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേജ് ആയിരുന്നു. ദാറ്റ് ഈസ് ദേ ഗെറ്റ് ഡെയിലി വേജസ്, റൈറ്റ്? അപ്പോൾ ആ ഡെയിലി വേജ് ഉള്ള കാരണം തന്നെ the more productive you are, the more units you are able to produce, the higher is the salary that you get. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെന്റൽ റെവല്യൂഷൻ ആണ്. മെന്റൽ റെവല്യൂഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് പ്രിൻസിപ്പൽ മെന്റൽ റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് മോർ ഓർ ലെസ് a complete 360-degree change in attitude of both employee and employers. Okay, it's kind of related to your fourth point. അവിടെ നമ്മൾ കോപ്പറേഷൻ വേണം, ഇതെല്ലാം തന്നെ വേണം. Now why he suggested mental revolution was that scientific theory അല്ലെങ്കിൽ scientific management was never practiced before that. അതുകൊണ്ട് തന്നെ people and employees had a way of working, they had their own style, they had their comfort style. പക്ഷേ because of that ഈ പറഞ്ഞിട്ടുള്ള profitability was stagnant, industry was not growing, എന്താ പറയുക, efficiency ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. Things were being produced, കുറേ അധികം മാസ് പ്രൊഡക്ഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇൻഡസ്ട്രി വാസ് സ്റ്റാഗ്നന്റ്. അപ്പോൾ ഈ സയന്റിഫിക് തിയറീസ് വന്നതിന് ശേഷമാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ്. ഓക്കെ, അവിടെ നിന്ന് തൊട്ടാണ് ഈ മാസ് പ്രൊഡക്ഷൻ്റെ ഒരു കൺവെയർ ബെൽറ്റും, പിന്നെ ഹെൻറി ഫോർഡ് വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് ദി എന്താ പറയുക ഇതിന്റെ പുറകിൽ വന്നൊരാളാണ്. Okay, he was able to make Ford Motors such a big thing because of theories based on scientific management. Okay, അപ്പോൾ ആ ഒരു മെന്റൽ റെവല്യൂഷൻ വേണം എന്നുള്ളതായിരുന്നു ഫ്രെഡറിക് വിൻസോ ടൈലറിന്റെ, FW ടൈലറിന്റെ ഒരു സജഷൻ. Okay, now we'll look at the features of scientific management. ആ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു വരാം. It's more or less similar to the principles that we went through. First one in the separation of planning and doing. This I think I've already discussed. I don't have to explain this a little more about this. Separation of planning and doing in the supervisor subordinate in the difference. Supervisor has to deal with management and the worker has to deal with the doing, execution part. Okay. Second one in the functional foremanship. Now functional foremanship in the ടൈലറിന്റെ ഒരു സജഷൻ അന്നത്തെ കാലത്ത് ഒരു ഇത് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞൊരു എംപ്ലോയിന് കിട്ടില്ല. യു വിൽ നോട്ട് ഗെറ്റ് ആൻ എംപ്ലോയി ഹു ഇസ് വെൽ മോൾഡഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, അങ്ങനത്തെ ഒരു എംപ്ലോയിനെ കിട്ടില്ല. അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള സ്കില്ല് കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മിനിമൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ what he suggested is the presence of functional foremans. ഫങ്ഷണൽ ഫോർമെൻ എന്ന് പറയുമ്പോൾ ഫോർമെൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൈൻഡ് ഓഫ് ലൈക്ക് യുവർ ബോസസ്. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ബോസുകളാണ്. നൗ 8 ബോസുമാരെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വർക്കേഴ്സിന് മൊത്തത്തിൽ ഒരാൾക്കല്ല, എല്ലാ വർക്കേഴ്സിനും കൂടിയിട്ട് 8 ആൾക്കാർ വേണം.
ഈ 8 ആൾക്കാർ എന്ന് പറയുന്നത് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, മെയിൻ്റനൻസ് ഫോമൻ, ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞ് 8 ആൾക്കാരുണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 4 റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഓക്കെ, അവര് എന്ന് പറയുന്നത് പ്ലാനിങ് ആസ്പെക്ട് ആണ്. അവർ പ്ലാനിങ്ങിന്റെ ആൾക്കാരാണ്. അവസാനം പറഞ്ഞ 4 പേര് സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, മെയിൻ്റനൻസ് ഫോർമാൻ ആൻഡ് ഗ്യാങ് ബോസ്, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ദേ മേക്ക് ദി എംപ്ലോയി ഡു വൺ. ഇപ്പോൾ സ്പീഡ് ബോസ് എന്ന് പറയുമ്പോൾ ഹീസ് ഇൻ ചാർജ് ഓഫ് ചെക്കിംഗ് ദ എക്സിക്യൂഷൻ സ്പീഡ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഇസ് ഓവറോൾ ഒബ്സർവിങ് ഹൗ മച്ച് ടൈം എ പേഴ്സൺ ടുക്ക്, എത്ര കോസ്റ്റ് ആണ് ആൾ ഇൻകർ ചെയ്തത് അത്രയും ടൈം എടുത്തിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദി നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡിന്റെ ഒരു നേരെ തിരിച്ചാണ്. ഫേയോളുടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഒരാൾക്ക് 8 ബോസുകളുണ്ട് അല്ലെങ്കിൽ 8 സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഒരു ഫാക്ടറി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതും ഇറ്റ് വാസ് എ ഗുഡ് പ്രിൻസിപ്പിൾ ആക്ച്വലി. ദെൻ സയന്റിഫിക് വർക്ക് സ്റ്റഡി ബേസിസ്, അനലൈസിങ് ദി വർക്ക് ഓൺ എ സയന്റിഫിക് ബേസിസ്. അതിൽ പേര് കേട്ട കുറച്ച് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് ടേക്കിംഗ് അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് ദി ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ആ ടാസ്കിനെ നമ്മൾ പല മൂവ്മെന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ആ മൂവ്മെന്റ്, ഓരോ മൂവ്മെന്റ് എടുക്കുന്ന ടൈം എത്രയാന്നുള്ളതാണ് ടൈം സ്റ്റഡിയുടെ ഇതിൽ വരുന്നത്. നൗ മോഷൻ സ്റ്റഡി ഈസ് ഇവാലുവേറ്റിംഗ് ദ മൂവ്മെന്റ്. നമുക്കൊരു ജോബ് തീർക്കാനായിട്ട് എന്തോരം മൂവ്മെന്റ് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടു കംപ്ലീറ്റ് എ ജോബ് യു നീഡ് ടു ടേക്ക് വൺ തിങ് ഫ്രം ഹിയർ ടു ഹിയർ. അപ്പോൾ പോയിന്റ് എ ടു പോയിന്റ് ബി ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ആ പോയിന്റ് എ ടു പോയിന്റ് ബി ആണ് കൊണ്ടുവെക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. ഈ സംഭവങ്ങളെല്ലാം നെസസറി ആണോ? ഇസ് ഇറ്റ് നെസസറി ഫോർ ദീസ് തിങ്സ് ടു ബി ദെയർ? ഓക്കെ, അതോ എംപ്ലോയി വെറുതെ സമയം കളഞ്ഞ് ചിരിച്ചും കളിച്ചും നടക്കാണോ? എന്താണ് ആ മൂവ്മെന്റ്? ദ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അതാണ്, ദ മൂവ്മെന്റ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഫറ്റീഗ് സ്റ്റഡി. ഫറ്റീഗ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റെസ്റ്റ് വേണം. ബിക്കോസ് ലെറ്റ്സ് ഫേസ് ഇറ്റ്, റെസ്റ്റ് ഇസ് നെസസറി. ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ജോബ്, റെസ്റ്റ് ഇസ് നെസസറി. ഏത് ജോബിന് എത്ര റെസ്റ്റ് ആണ് വേണ്ടത് എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫറ്റീഗ് സ്റ്റഡി. അതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കുറവും ഉണ്ടാവില്ല, ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റും അനുവദിക്കുന്നതല്ല. Then comes standardization. Standardization എന്ന് പറയുന്നത് that was another suggestion അല്ലെങ്കിൽ feature which was put forth by Taylor. That is standardizing the tools, standardizing the raw materials, standardizing എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ using different types of screws for different things. അതിന് പകരം പരമാവധി ഒരേ ലെവലിൽ ആവശ്യമായിട്ടുള്ള സ്ക്രൂസ് ഒരേ സൈസ് ആക്കുക. ഓക്കെ, റോ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ പരമാവധി ഒരേ ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞത്. അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അൺനെസസറി കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സയന്റിഫിക് സെലക്ഷൻ ഓഫ് ട്രെയിനർ ആൻഡ് വർക്കർ. ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ്. റൈറ്റ് മാൻ ഫോർ ദ റൈറ്റ് ജോബ് ഇൻ ടേംസ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, ഫിസിക്കൽ സ്ട്രെങ്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുടെ ബേസിസിൽ ചൂസിങ് ദ റൈറ്റ് മാൻ ഫോർ ദ റൈറ്റ് ജോബ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇവർ ടൈലർ പുട്ട് ഫോർത്ത് ചെയ്ത ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. വെയറിൻ ദി എംപ്ലോയീസ് ഗെറ്റ് എ ഹയർ വേജ് റേറ്റ് ഫോർ എ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമാജിൻ യു ഹാവ് എ ടാർഗറ്റ് ഓഫ് 100 candles. നിങ്ങൾ ക്യാൻഡിൽ ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്ന് വെച്ചോ. ഓക്കെ, യുവർ ടാർഗറ്റ് ഇസ് 100 candles. ദാറ്റ് ഈസ് ദി ഗിവൻ സ്റ്റാൻഡേർഡ് 100 ആണ്. ഓക്കെ, ഫോർ എവറി ക്യാൻഡിൽ യു മേക്ക് യു ഗെറ്റ് 1 rupee. ഓക്കെ, ഫോർ എവറി ക്യാൻഡിൽ യു മേക്ക് യു ഗെറ്റ് 1 rupee. അപ്പോൾ 100 candles ഉണ്ടാക്കുമ്പോൾ യു ഗെറ്റ് 100 rupee. ഓക്കെ, if you were able to make more than 100 candles, okay, if you are able to make more than 100 candles, say for example ഇപ്പോൾ നിങ്ങൾ 120 candles ഉണ്ടാക്കിയെന്ന് വെച്ചോ. സോ ഫോർ എവറി എക്സ്ട്രാ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻഡിൽസ് എക്സ്ട്രാ ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റേറ്റ് കിട്ടും. ചിലപ്പോൾ 1.2 കിട്ടും, അല്ലെങ്കിൽ 1.5 rupees, 1.5 രൂപയായിരിക്കും കിട്ടുക. ക്ലിയർ? ഇപ്പൊ അതിനേക്കാളും കുറവാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും ഇപ്പോൾ 1 രൂപേനേക്കാളും കുറവായിരിക്കും നിങ്ങളുടെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാം. സോ ആ ഡിഫറൻഷ്യൽ പീസ് റേറ്റിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
those who are actually willing to perform, okay, നല്ലപോലെ പെർഫോം ചെയ്ത് നല്ലപോലെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ വേറൊരു ത്രെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലോവർ ലെവൽ എംപ്ലോയീസിന് അത്രയധികം എമൗണ്ട് കിട്ടുന്നില്ല, ലോ പെർഫോമേഴ്സിന് കിട്ടുന്നില്ല. ഓക്കെ, അതിൽ കുറെ ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു. കുറെ എംപ്ലോയീസ് ഈ പറഞ്ഞ പോലെ തിരക്കിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഔട്ട്പുട്ട് ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് കുറയുന്നുണ്ട്, ബ്രേക്കേജസ് കൂടുന്നുണ്ട്, ആക്സിഡൻസ് കൂടുന്നുണ്ട്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ദെൻ സെവൻത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇക്കോണമി. ഇക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ്, സേവിങ് മണി, ഇതിനെയാണ് ഈ പാർട്ടിനെയാണ് ഇക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി അറ്റൻഷൻ ഷുഡ് ബി ഗിവൻ ഇൻ ടേംസ് ഓഫ് ഇക്കോണമി ആൻഡ് പ്രോഫിറ്റ്. അതിന് ഈ പറഞ്ഞ ടെക്നീക്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് എവിടെയൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, എവിടെയൊക്കെ നമുക്ക് വർക്കേഴ്സിന്റെ വേജിനെ വല്ലാണ്ട് ബാധിക്കാണ്ട് നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെന്റൽ റെവല്യൂഷൻ. I'm not going to say this again, I'm not going to explain this again. Mental revolution, the entire shift in thought process. Okay, so these are the features of scientific management. Let's look at Henry Fayol. Now Henry Fayol's ഒരു കാര്യം എന്ന് പറയുമ്പോൾ, as you all know, modern management ഒരു father of management എന്നൊക്കെ വേണമെങ്കിൽ, modern management അല്ല, it's kind of like he's the father of classical, അല്ലെങ്കിൽ father of management എന്ന് വേണമെങ്കിൽ പറയാം. മോഡേൺ മാനേജ്മെന്റിന്റെ ടാഗ് ലൈൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പീറ്റർ എഫ് ഡ്രക്കറിനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഹെൻറി ഫെയോൾ is more or less concerned ഒരു മോഡേൺ പെർസ്പെക്റ്റീവ്, ആ ട്രഡീഷണൽ സയന്റിഫിക് റിജിഡ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് അതിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ മാനേജ്മെന്റിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. വാട്ട് ഈസ് മാനേജ്മെന്റ്, ദി എസെൻസ് ഓഫ് മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചിന്താഗതിയാണ് ഹെൻറി ഫെയോളിന്റെ. നൗ അക്കോർഡിംഗ് ടു ഹെൻറി ഫെയോൾ, ഒരു ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ, വെൻ യു ലുക്കിംഗ് അറ്റ് എൻ ഇൻഡസ്ട്രിയിലുള്ള മെയിൻ ആക്ടിവിറ്റീസ് ഏതാണ് ആൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസ് ഏതാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ ആക്ടിവിറ്റി. ടെക്നിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷനോട് ചേർന്നിട്ടുള്ള ആക്ടിവിറ്റിയാണ് ടെക്നിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ബൈയിങ്, സെല്ലിംഗ്. ആ കൊമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ബൈയിങ്, സെല്ലിംഗ്, കച്ചവടമില്ലേ, അതിനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെയാണ് കൊമേഴ്ഷ്യൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഫൈനാൻഷ്യൽ, റേസിംഗ് മണി, സ്പെൻഡിങ്, ട്രൈങ് ടു റെഡ്യൂസ് കോസ്റ്റ്, ആ വക സാധനങ്ങളാണ് ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മുടെ അസറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക, വെയർ ഹൗസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, അതിന് നമ്മുടെ അസറ്റുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ്, ബേസിക് ആയിട്ട് കണക്ക് സൂക്ഷിച്ചു വെക്കുക, ആര് എത്ര പൈസ കൊടുത്തു, എത്ര പൈസ വാങ്ങി, ആർക്കാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്, ആരൊക്കെ നമുക്ക് പൈസ തരാനുണ്ട്, അക്കൗണ്ടിങ്. ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജീരിയൽ, മാനേജിങ് ദി എൻറ്റയർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി, ഒരു ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ ഈ 6 ആക്ടിവിറ്റീസ് ആണ് ഹെൻറി ഫെയോൾ ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, സോ വിൽ ലുക്ക് അറ്റ് ദി ക്വാളിറ്റീസ് ഓഫ് എ മാനേജർ. Now ഈ ക്വാളിറ്റീസ് ഓഫ് എ മാനേജർ നോക്കുകയാണെങ്കിൽ, ദി ക്വാളിറ്റീസ് ദാറ്റ് ഹെൻറി ഫെയോൾ ഐഡന്റിഫൈഡ് ഇൻ എ മാനേജറിന് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള എനർജി വേണം. ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ജോബ് ഹി ഷുഡ് ഹാവ് ദ സ്ട്രെങ്ത്, ഹി ഷുഡ് എന്താ പറയുക, ചില കേസുകളിൽ ഹി മസ്റ്റ് ഹാവ് ദ ലുക്സ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആണെങ്കിൽ ആവശ്യത്തിനൊരു സൗന്ദര്യം ഒരു ഫാക്ടറാണ്. ഓക്കെ, ഒരു പീപ്പിൾ പ്ലീസിങ് മുഖം, ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഹി ഈസ് ഇൻ ടു റെസ്ലിംഗ്, ഓക്കെ, റെസ്ലിംഗിന് പോലത്തെ ഒരു സ്പോർട്ടിന് അത്യാവശ്യം ഫിസിക്കുള്ള ഒരാൾ വേണം, റൈറ്റ്, ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ആസ്പെക്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെന്റൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ലേൺ, ജഡ്ജ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ, ഓക്കെ, അഡാപ്റ്റബിലിറ്റി, മൈൻഡ് സെറ്റിനെയാണ് മെന്റൽ ക്വാളിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോറൽ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, പേഴ്സൺ ഓഫ് ഗുഡ് മോറൽ എന്ന് പറയുന്നത് എന്നിട്ടാണ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫെയർനെസ്, വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്, അങ്ങനത്തെ ഒരു നേച്ചർ, അത് മോറൽ ക്വാളിറ്റീസ്. ദെൻ എഡ്യൂക്കേഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ജോബ്, അത് ജോബിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ. ഒരു ടീച്ചർ ആവണമെങ്കിൽ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണം, റൈറ്റ്. ഇപ്പോഴത്തെ നിലയാണെങ്കിൽ പോലും, ഇപ്പൊ പ്രത്യേകിച്ച് പണ്ടാണെങ്കിൽ അത്രയും അധികം അങ്ങനെ വേണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചധികം കൂടുതൽ വേണം ഈ പറഞ്ഞ ടോക്കിംഗ് അബൌട്ട് എഡ്യൂക്കേഷൻ. ദെൻ ടെക്നിക്കൽ ക്വാളിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മോർ ഓർ ലെസ് റിഗാർഡിംഗ് ദ ജോബ്, ആ ജോബിന് ടെക്നിക്കൽ ആസ്പെക്ട്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ എക്സ്പീരിയൻസ് ഒരു പ്രോപ്പർ ക്വാളിറ്റി അല്ല ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് എന്നുള്ളത്, ബട്ട്
it's kind of like your quality also. A person with experience can provide a lot more better perspective to things. Okay, so these are the activities and activities regarding industry concerns and qualities of a manager. The last slide actually Henry Fayol's 14 principles ആണ്. And +2 കോമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ഒരുവിധം അറിയായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും വിൽ റൺ ത്രൂ ഇറ്റ് ക്വിക്ക്ലി. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് പ്രൈമർലി ദ വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ്. അത് പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക് വരണം. നൗ ഇഫ് യു ഡോണ്ട് ഡിവൈഡ് വർക്ക് ഇൻ ദ റൈറ്റ് വേ, അതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലോഡ് കൂടുക, ഒരാൾക്ക് വർക്ക് ലോഡ് കണ്ടമാനം കൂടുകയും ഒരാൾക്ക് തീരെ വർക്ക് ഇല്ലാണ്ടാവുകയും ചെയ്യും. ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ ഇറ്റ് ഈസ് ഓഫൻ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ പേഴ്സൺ റൈറ്റ് ഫിറ്റ് ഫോർ ദ ജോബ്. അപ്പോൾ ആ റൈറ്റ് ഫിറ്റിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിവിഷൻ ഓഫ് വർക്ക്. The principle says that the work should be divided into different parts and each part should be entrusted to the most suitable person to do it. നമ്മൾ ജോബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ you should not make a job too big or a job too small. രണ്ടും അപകടമാണ്. ഓക്കെ, ഒരു ജോബിന് അതിൻ്റെതായ ഷേപ്പും സൈസും സൈസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാവണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നൗ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതോറിറ്റി ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ദി റൈറ്റ് ഓഫ് എ സുപ്പീരിയർ. ഒരു സുപ്പീരിയറിന്റെ റൈറ്റ് ആണ് എന്ത് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, സബോർഡിനേറ്റിനെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടുള്ള അധികാരമാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ആൻസറബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു കണക്കിന് യുവർ ആൻസറബിൾ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് യുവർ ആൻസറബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. നമ്മുടെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചേഴ്സും പറഞ്ഞ ഡിസിപ്ലിൻസ് ആണ്. ഓക്കെ, തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത പിള്ളേർ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പിള്ളേർ എന്നൊക്കെ പറയുന്ന ആ ഡിസിപ്ലിനാണ് ഇവിടെയും വരുന്നത്. സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ബിസിനസ് റിക്വയർസ് ഡിസിപ്ലിൻ. ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവണം. നമ്മൾ പറയില്ല, കാടൻ സ്വഭാവം ഒന്നും പുറത്തേക്ക് എടുത്തിട്ടായിരിക്കരുത് പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ലീഡർ, ഓക്കെ, getting commands അല്ലെങ്കിൽ instructions from one person. If you have more than two bosses, it can often lead to clash in the communication. Okay, ഒരു ബോസ് പറഞ്ഞു go to the left, വേറൊരു ബോസ് പറഞ്ഞു go to the right. Okay, it's kind of like driving എന്ന് പറയാ, തമാശയായിട്ട് പറയുന്നത്, when you have your wife with you and your GPS also, അതും ഒരു ലേഡി ആണല്ലോ. GPS is telling go to the right, wife is telling go to the left. You are in a problem. Okay, so having two bosses is a problem. Now when you have two bosses, again communication problem വരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ആരെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും ഒരു പ്രോബ്ലം വരുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു എ ഫെയിലിയർ ടു ഡു എ ജോബ്. ഓക്കെ, സോ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. Single person to receive commands from. Then unity of direction ഉദ്ദേശിക്കുന്നത് more or less the entire push of a ഓർഗനൈസേഷനെയാണ്. അതിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ വടംവലി മത്സരം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യു മൈറ്റ് ഹാവ് സീൻ ദിസ് ടഗ് ഓഫ് വാർ. നമ്മൾ മലയാളികൾ എന്തായാലും there is not one person who doesn't know what a tug of war is. Okay, now when you're playing like that, ഇപ്പോൾ tug of war കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, now imagine a situation, ഏറ്റവും ലാസ്റ്റിലുള്ള ആള് instead of pulling, he just gave a push. തൊട്ട് മുമ്പിലുള്ള ആൾക്കൊരു പുഷ് കൊടുത്തു. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ടീം? ബിഗ് ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ടീം വിൽ ഫെയിൽ. കാരണം എന്താ, വടംവലി എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ ടീം ഈസ് പുള്ളിങ് ബാക്ക്, റൈറ്റ്? അതിനകത്ത് ഒരുത്തൻ പിടി വിടുമ്പോൾ തന്നെ ഈ പറഞ്ഞ പ്രഷർ കൂടി തുടങ്ങും. പ്രഷറിൻ്റെ ഒപ്പം ഒരു തള്ളും വെച്ച് തന്നാൽ എന്ത് സംഭവിക്കുന്നു? ഹീ ഈസ് വർക്കിംഗ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദി എൻറ്റയർ തിങ് ഫെയിൽസ്, റൈറ്റ്? അപ്പോൾ അതിനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഗോൾസും ആക്ടിവിറ്റീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ആഗ്രഹങ്ങൾ, എൻ്റെ പേഴ്സണൽ റിക്വയർമെന്റ്സ്. ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ പറയാൻ എൻ്റെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഫോർ എൻ ഓർഗനൈസേഷൻ ടു സക്സീഡ്
എപ്പോഴും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദാൻ ദി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എന്നിട്ടാ പൈസ, ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഉണ്ടാവണം. ഓക്കെ, there should be fair remuneration whenever possible. Then the next one എന്ന് പറയുന്നത് centralization and decentralization. Now centralization എന്ന് പറയുന്നത് ഒരു കാര്യം, decentralization എന്ന് പറയുന്നത് വേറൊരു കാര്യം ഓൾ ടുഗെദർ ആണ്. Centralization എന്ന് പറഞ്ഞാൽ accumulating the power to one point. ഓക്കെ, മാക്സിമം പവർ സെൻട്രലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ലൂസണിങ് അപ്പ് ദി അതോറിറ്റി, സ്പ്രെഡിങ് ഇറ്റ് ഔട്ട് അക്രോസ് യുവർ എംപ്ലോയീസ്, കുറെ കൂടി ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നൗ ഒരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പലചരക്ക് കട എടുക്കാം, ഒരു സിമ്പിൾ ഒരു ഗ്രോസറി സ്റ്റോർ, ഒരു പലചരക്ക് കട. അതിനകത്ത് മാക്സിമം 1 or 2 അല്ലെങ്കിൽ 3 എംപ്ലോയീസ് ഉണ്ടാവുമായിരിക്കും, റൈറ്റ്? അപ്പോൾ ആ ഒരു മെയിൻ ആൾ എല്ലാ കാര്യവും മാനേജ് ചെയ്യും. ഹീ നോസ് എവറിത്തിങ്, ഹീ ഡസ് എവറിത്തിങ്, ഹി ഗിവ്സ് കമാൻഡ്സ് ടു എവറിത്തിങ്. ആ വർക്കേഴ്സ് 2 പേരുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഓണറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ എന്ത് കാര്യമാണെങ്കിലും, റൈറ്റ്? അവിടെ കംപ്ലീറ്റ് അതോറിറ്റി ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഫിഗറിനാണ്. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ തിങ്ക് ഓഫ് യുവർ ബിഗ് ബസാർ. ഓക്കെ, ബിഗ് ബസാർ ചെയിൻസ് പോലെ ആലോചിച്ച് നോക്കുക. യു ഗോട്ട് ദി ഓണർ സിറ്റിംഗ് ഓവർ ദർ, ഹീസ് ഗോട്ട് സെവറൽ സ്റ്റോഴ്സ് അക്രോസ് ഇന്ത്യ. He has given authority to the regional heads. Regional heads full time ഓരോ കട നോക്കിയിരിക്കാൻ പറ്റില്ല. So the regional heads have given the authority to the concerned store managers. Okay, ആ സ്റ്റോർ മാനേജർ മൊത്തം കാര്യങ്ങൾ നോക്കും. Okay, so what is happening ഇവിടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാണ്, കൊടുക്കാണ്. ബിക്കോസ് ഇവിടെ ഇങ്ങനത്തെ ഒരു മോഡലിൽ ഒത്തിരി സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി വലിയ ഓർഗനൈസേഷനിൽ സെൻട്രലൈസ്ഡ് രീതിയിൽ കാര്യങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ കുറെ കൂടി ബുദ്ധിമുട്ടാണ്. അവിടെ ഡീസെൻട്രലൈസേഷൻ ആണ് നല്ലത്. ബിഗർ ദി ഓർഗനൈസേഷൻ ബെറ്റർ ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നതാണ്. സ്മോളർ ദി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലീനർ ദി ഓർഗനൈസേഷൻ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രലൈസേഷൻ ഇസ് എ ഗുഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുമ്പോൾ മോർലെസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദി പാത്ത് ഓഫ് വിച്ച് ചെയിൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്കാലർ ചെയിൻ ഉദ്ദേശിക്കുന്നത്. യു മൈറ്റ് ഹാവ് സീൻ ദാറ്റ് ഈ പറഞ്ഞിട്ടുള്ള ഹൈറാർക്കി ഉണ്ടാവുമല്ലോ, ഏറ്റവും ടോപ്പിൽ സിഇഒ, അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൻറി ഫെയൽ പറഞ്ഞതനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇഫ് ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഈ സിഇഒയുടെ അടിയിൽ 2 ഡിപ്പാർട്ട്മെന്റ്, സിഇഒയുടെ അടിയിൽ ഹെഡ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ ഹെഡ്സിന്റെ അടിയിൽ ഓരോരോ പല പല ലെവൽസിലായിട്ട് ആൾക്കാരുണ്ട്. നൗ മാർക്കറ്റിംഗിൽ ഒരാൾക്ക് ഫിനാൻസിന് വേറൊരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു ഗോ ത്രൂ ദി എൻറ്റയർ ചെയിൻ ഓഫ് കമാൻഡ്. ഓക്കെ, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എമർജൻസീസിന്റെ സമയത്ത് ദേ ക്യാൻ ബ്രേക്ക് ദ ചെയിൻ. ബ്രേക്ക് ദ ചെയിൻ ഉദ്ദേശിക്കുന്നത് ഹൊറിസോണ്ടലി ഒരേ ലെവലിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ആ ഒരു ബ്രേക്ക് എന്ന് പറയും അതിന്. ആ ബ്രേക്ക് പോസിബിൾ ഓൺലി ഇൻ കേസസ് ഓഫ് എമർജൻസീസ്. അല്ലാത്ത സിറ്റുവേഷൻസിൽ ദ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഗോ ത്രൂ എ പെർട്ടിക്കുലർ ചെയിൻ ഓഫ് കമാൻഡ്. ദെൻ 10th വൺ എന്ന് പറയുന്നത് ഓർഡർ. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് there should be an order to things. Now ഇവിടെ ഈ കേസിൽ ഓർഡർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഓർഡർ ഉണ്ട്, സോഷ്യൽ ഓർഡർ ഉണ്ട്. മെറ്റീരിയൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇപ്പം ഒരു വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ടൂൾസ് മിസ്പ്ലേസ് ആവുക അല്ലെങ്കിൽ സാധനങ്ങൾ മിസ്പ്ലേസ് ആവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് നോ ഓർഡർ ടു തിങ്സ്. ഓക്കെ, അവിടെ ഓർഡർ വരണമെങ്കിൽ എന്താണ്? ഓരോ സാധനങ്ങൾക്ക് അതിൻ്റെതായ ലൊക്കേഷൻ, സ്പേസും കാര്യങ്ങളും വേണം. അതിന്റെ ബെനിഫിറ്റ് എന്താണ്? പിന്നീട് ഒരാൾ പോയി നോക്കുമ്പോൾ യെസ് ഇത് മിസ്സിങ്, ഒരു ടൂൾസും മിസ്സിങ് ആവില്ല. ഓക്കെ, എല്ലാതും അതായത് സ്ഥലത്ത് ഉണ്ടാവേണ്ട സ്ഥലത്തുണ്ട്. നമ്മൾ വേറെ സാധനങ്ങളിൽ പോയി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓർഡർ, ദാറ്റ് ഈസ് മെറ്റീരിയൽ ഓർഡർ. ദെൻ ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ഓർഡർ. സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിലുള്ള ഓർഡർ, ആൾക്കാരുടെ ഇടയിലുള്ള അറേഞ്ച്മെന്റ്സ്, ഹൈറാർക്കീസ്, ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് റൈറ്റ് പേഴ്സൺ, ഹാവിങ് ദി റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് എന്നുള്ളതും കൂടി അതിനുള്ള സോഷ്യൽ ഓർഡറിൽ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വിറ്റി. ഈക്വിറ്റി എന്ന് പറയുന്നത് എന്നിട്ട് ഫെയർ ട്രീറ്റ്മെന്റ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാവർക്കും ഈക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാവണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ആൻഡ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ആൻഡ് പേഴ്സണൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല,
എംപ്ലോയി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. ആൾക്കാർ ഓർഗനൈസേഷനിൽ ചാടിപ്പോകുന്നത് റേഷ്യോ. ആ റേഷ്യോ പരമാവധി കുറഞ്ഞിരിക്കണം. ഓക്കെ, ദർ ഷുഡ് ബി എ സ്റ്റെബിലിറ്റി. കാരണം നമുക്ക് ചില എക്സിറ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സിറ്റ് ഡ്യൂ ടു ഡെത്ത് അല്ലെങ്കിൽ സം അതർ റീസൺ കാരണം അത് ഒരു ഗിവൻ പെർസെൻറ്റേജ് എന്തായാലും ഉണ്ട്, ഒരു ഓർഗനൈസേഷന് പോകും. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ടു ഹൈ, അതിൻ്റെ അർത്ഥം ഓർഗനൈസേഷൻ ഇസ് ഫെയിലിംഗ് ഇൻ സം സോർട്ട്, ദേ ആർ ബാഡ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്ലേസ് ടു വർക്ക് എന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും കുറേ തപ്പിത്തറഞ്ഞ് വീണ് പ്രോബ്ലം ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതൊരു ഓർഗനൈസേഷനും നല്ലപോലെ പെർഫോം ചെയ്യണമെങ്കിൽ അവരുടെ എംപ്ലോയി ടേൺ ഓവർ റേഷ്യോ, എംപ്ലോയി പുറത്തേക്ക് പോകുന്ന റേഷ്യോ ഉണ്ടല്ലോ, അത് കണ്ടമാനം കുറവായിരിക്കണം. then the next one, initiative എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്. എംപ്ലോയീസ് മസ്റ്റ് ബി ഓഫ് ദി നേച്ചർ ദാറ്റ് ദേ ഷുഡ് ടേക്ക് ഇനീഷ്യേറ്റീവ് ഫോർ ഡൂയിങ് തിങ്സ്. ആ ഇനീഷ്യേറ്റീവ് നേച്ചർ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡി കോപ്സ്. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത് ടീം വർക്ക്, plain and simple. Okay, teamwork is essential, it is necessary, it is absolutely necessary for an organization to function. So these are the 14 principles of management by Henry Fayol.